കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുത്ത് സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിക്കുന്ന എല്ലാ മാന്യ സഹോദരീ സഹോദരങ്ങൾക്കും ഈ സന്ദേശത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതത്തെ ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിഷയം നീതിമാന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഇടയിലെ കൊലപാതകം എന്നൊരു വിഷയമാണ്. വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചെറിയ ആലോചന നമ്മുടെ വിശുദ്ധിക്ക് ഒരു പടിയും കൂടെ മുമ്പിലോട്ട് കയറുവാൻ ഇടയാകുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലും ഞാൻ ഈ വചന സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കൊരു കൊലപാതകത്തെ കാണാൻ സാധിക്കുന്നു. മനസാക്ഷി യുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നിയമങ്ങളൊന്നുമില്ലാതിരുന്നപ്പോൾ ഒരു കൊലപാതകം ആദ്യമായി നടന്നു. അത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. കയ്യനും ഹാബേലും രണ്ടുപേരും ആരാധനയ്ക്ക് വേണ്ടിയാണ് പോയത്, യാഗം നടത്താൻ വേണ്ടിയാണ് പോയത്. രണ്ടുപേരും ദൈവപ്രസാദത്തിനാണ് പോയത്. പക്ഷേ ഒരുവനിൽ ദൈവം പ്രസാദിച്ചു, മറ്റവനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ചേട്ടന് അനുജനോട് ഉണ്ടായ കോപനിമിത്തം അവനെ കൊന്നുകളഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു. ആദ്യത്തെ കൊലപാതകം, ആദ്യത്തെ രക്തസാക്ഷി തുടർമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊന്നവനോട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ദൈവത്തോട് അവൻ കയർത്തു നിന്നു, അവനോട് എതിർത്ത് നിൽക്കുക. രണ്ടാമത്തെ കാര്യം, അവനോട് ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അത് തൊട്ട് ഈ കൊലപാതകത്തിന്റെ പരമ്പരകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ 6ാമത്തെ കൽപ്പനയായിരുന്നു കൊലപാതകം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ദൈവശ്വാസമുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്ന് ദൈവം കൽപ്പന കൊടുക്കുവാനിടയായി. എന്നിട്ടും തീർന്നില്ല, വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ നിയമത്തിലെ കൊലപാതകമാണ്. പഴയ നിയമത്തിലെ കൊലപാതകത്തിന്റെ പ്രത്യേകത, ഒരുത്തനെ കത്തി കൊണ്ടോ കല്ലുകൊണ്ടോ ഒക്കെ കൊന്നു കളഞ്ഞാൽ അതിന് കൊലപാതകം എന്ന് പറയുന്നു. അതിന് ന്യായാസനമുണ്ട്, അതിന് ശിക്ഷയുണ്ട്, ശിക്ഷാവിധി നിയമങ്ങളുണ്ട്. ഇനി ഓടിച്ചെന്ന് സങ്കേത നഗരത്തിൽ കയറിയാൽ അവന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമുണ്ട്. ഇതാണ് പഴയ നിയമത്തിലെ കൊലപാതകം. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള കൊലപാതകങ്ങൾ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എന്ന് വെച്ചാൽ കൃപായുഗത്തിലുള്ള കൊലപാതകം എന്ന് വെച്ചാൽ ഇന്നത്തെ വിശുദ്ധന്മാരുടെയുള്ള 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഞാൻ വായിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകൻ ആകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ടോ, അവിടെ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. അപ്പോൾ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ എത്രയോ കൊലപാതകങ്ങളാണ് ഓരോ ദിവസം ചെയ്യുന്നത്. ഇവിടെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറയുന്ന വാക്കാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം: കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവികന്മാർ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ മോശയുടെ പ്രമാണം അനുസരിച്ച് അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ യേശു എന്ന് വെച്ചാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, മോശയുടെ പ്രമാണം അനുസരിച്ച് ഒരുത്തനെ കല്ലെറിഞ്ഞു കൊന്നാൽ മതി, കൊലപാതകമായി. വാള് കൊണ്ട് കൊന്നാൽ കൊലപാതകം. എന്നാൽ യേശു കുറച്ചും കൂടെ ആഴത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഒരുത്തനെ നിസ്സാര എന്ന് പറഞ്ഞാൽ, ഒരുത്തനെ മൂഢ എന്ന് പറഞ്ഞാൽ
അഗ്നി നരകത്തിന് യോഗ്യനായി തീരുമെന്നാണ് യേശു പഠിപ്പിച്ചത്. ജോൺ പറയുന്നു, ഫസ്റ്റ് ജോൺ പറയുന്ന വാക്കാണ്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകൻ. പ്രൈസ് ദി ലോർഡ്. അവനിൽ എന്തില്ല? നിത്യജീവൻ വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന വിശുദ്ധന്മാരായി വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയും ആരാധനയും ഉപവാസങ്ങളും വിശുദ്ധിയും വേർപാടും ആചരിക്കുന്ന നമ്മളോട് ദൈവം ചോദിക്കുന്നു, നമ്മൾ എത്ര കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും നടത്തുന്നത്? ഇവിടെ വായിച്ച ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം, അവിടെ ആരെന്നില്ല, ആരാണോ സഹോദരനെ പകയ്ക്കുന്നത് അവരെല്ലാവരും കൊലപാതകന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരൻ എന്ന് പറയുന്ന ആരാണ്? കൂടപ്പുറപ്പ് മാത്രമല്ല, ഈ ലോകത്ത് ജനിച്ച എല്ലാവരും കർത്താവായ ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളെ എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള മനുഷ്യനെ പകയ്ക്കുന്നവരെല്ലാം കൊലപാതകനാണ്. ചിലർ ഹിന്ദുക്കൾ, അയ്യോ അവർ ഹിന്ദുക്കളാണ്, അവർ നമുക്ക് വേണ്ട. ചിലർ പറയും അവർ മറ്റു ജാതി മതസ്ഥരാണ്, വേണ്ട, പകയ്ക്കും. എന്താണ് പക? പക വരുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിന് അകത്തു നിന്നാണ് പക വരുന്നത്. ഇനി നോക്കണം, മർക്കോസ് വിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ 7-ാം അധ്യായം 21-ാം വാക്യം യേശു പറഞ്ഞൊരു വാക്കാണ്, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്ന് വരുന്നതല്ല അകത്തുനിന്ന് തന്നെ വരുന്ന ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു കുറെ കാര്യങ്ങളുടെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവിടെ പറയുന്നു കൊലപാതകൻ എന്നൊരു വാക്ക് പറയുന്നു. ഇനി നോക്കുക, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ പറയുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ്? പക എന്ന് പറയാൻ ഇടയാകും എന്നതിന്റെ അർത്ഥം വേദപുസ്തകത്തിനകത്ത് മനുഷ്യന് അശുദ്ധം വരുത്തുന്നത് അവന്റെ പകയാണ്. 2, ജഡത്തിന്റെ പ്രവൃത്തിയിൽ ഒന്ന് പകയാണ്, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ പക. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ഈ വചനം ചെറിയൊരു ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ലൈഫ് ഒന്ന് നോക്കണം. നമ്മൾ എത്ര പേര് നമ്മുടെ അപ്പനെ നമ്മൾ പകയ്ക്കുന്നു, നമ്മളെ അമ്മയെ പകയ്ക്കുന്നു, നമ്മുടെ കൂടപ്പുറപ്പുകളെ പകയ്ക്കുന്നു, നമ്മുടെ ദൈവദാസന്മാരെ പകയ്ക്കുന്നു. നമുക്കിഷ്ടമില്ലാതെ ഒരാൾ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ അവരെ പകച്ചു. നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകൾ, അപ്പോൾ നോക്കി ഈ പക തീരുന്നില്ല. നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പകയ്ക്കുവാനിടയാകും. നമ്മുടെ ഭാര്യയെ പകയ്ക്കുന്നു, നമ്മുടെ ഭർത്താവിനെ പകയ്ക്കുന്നു, നമ്മുടെ മക്കളെ പകയ്ക്കുന്നു, അമ്മയപ്പന്മാരെ പകയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു, നമ്മൾ വിശുദ്ധി പറയുന്നു, വേർപാട് ആചരിക്കുന്നു. എന്നാൽ യേശു പറയുന്നു ഇത് അശുദ്ധമാക്കുന്ന ഒരു സാധനമാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ പക എന്ന് പറയുന്നത്. മനുഷ്യനെ അശുദ്ധമാക്കുന്നതാണ്. വേദപുസ്തകം പറയുന്നു അശുദ്ധനാരും എവിടെ പോയില്ല? സ്വർഗരാജ്യത്തിൽ പോയില്ല. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ 21-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ട കൊലപാതകന്മാർ, കേട്ടോ, കൊലപാതകന്മാർ, ദുർനടപ്പുകൾ, ശുദ്രക്കർ, ബിംബാരതികൾ എന്നിവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയത്തെ, അത് 2ാമത്തെ മരണം. അവിടെ ആ കൊലപാതകം, മറ്റുള്ളവരെ പകയ്ക്കുന്ന സ്വഭാവം ഒരു വിശുദ്ധന്റെ ഉള്ളിനകത്തുണ്ടെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിൽ പോകില്ല. അവന് കൃപാവരങ്ങൾ കണ്ടേക്കാം, അഭിഷേകത്തിൽ മണിക്കൂറോളം ആരാധിക്കുന്നവരായിരിക്കാം, ഒത്തിരി പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്ത് വചനത്തിന്റെ മർമ്മമറിയാവുന്ന വ്യക്തിയായിരിക്കാം, നല്ലൊരു സുവിശേഷകനായിരിക്കാം, നല്ലൊരു വിശുദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ വായ്മൊഴിയായി പറഞ്ഞ വാക്ക് എന്താണ്? നിസ്സാര എന്ന് പറഞ്ഞാൽ, മൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി നരകത്തിന് ഓഹരിക്കാരായി തീരും. അതാണ്ട് വേദപുസ്തകത്തിലെ സമാപ്ത ഗ്രന്ഥമായ ജോണിന് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 21:8. ഞാൻ നേരത്തെ വായിച്ച അതിലും പറയുന്നു പീരുക്കൾ, അവിശ്വാസത്തിൽ അറയ്ക്കപ്പെട്ട കൊലപാതകന്മാർ, കേട്ടാ, തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയത്തെ, അത് 2ാമത്തെ മരണം. ക്രൈസ്തലോ. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ജീവിതം എത്രമാത്രം കൊലപാതകങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഈ കൊലപാതകം നടത്തി കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു പുളിപ്പുമില്ല. സ്തോത്രം. നിങ്ങൾ ദാവീദിനെ നോക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജിൽ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബത്ശേബയെ നേടാൻ അവളുടെ ഭർത്താവിനെ യുദ്ധക്കളത്തിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ആരും കണ്ടില്ല. എന്നാൽ വേദപുസ്തകം 2 ശമൂവേലിന്റെ പുസ്തകം 12:10 പറയുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10 പറയുന്നു, വാൾ നിന്റെ ഗ്രഹത്തിൽ നിന്നും ഒരിക്കലും വിട്ടുമാറുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും നിന്നിട്ട് നമ്മുടെ ജീവിതത്തിന് പല കഷ്ടതകളും വിട്ടുമാറുന്നില്ല. നമ്മുടെ തലമുറകളുടെ പല വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിനകത്ത് പകയുണ്ടെങ്കിൽ നാം കൊലപാതകങ്ങൾ നടത്തുകയാണ്. എന്നിട്ട് നോക്കണം, ഈ കൊലപാതകം നമ്മൾ ചെയ്തിട്ടും പകച്ചിട്ടും മറ്റുള്ളവരെ പകച്ചിട്ടും കാണുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? ഉള്ളിൽ നോക്കണം, കൊലപാതകം നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം നമ്മളോട് പറയുന്നു, നീ കൊലപാതകനാണ്, നിനക്ക് നിത്യജീവൻ നിന്റെ ഉള്ളിനകത്തില്ല. കർത്തൃമേശ കൊടുക്കുന്ന ദൈവഭൃത്യന്മാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിനകത്ത് വാള് വരാതിരിപ്പാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാതിരിപ്പാൻ, കുടുംബത്തിൽ ഒരു പരാജയം സംഭവിക്കാതിരിപ്പാൻ, നിങ്ങളുടെ അകത്ത് വിശ്വാസികളോട് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ, വിശ്വാസികളാണ് അവർ, പല സ്വഭാവക്കാരാണ്, അവരെ ഒന്നിപ്പിച്ചെടുക്കേണ്ട ജോലിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവരുടെ സ്വഭാവങ്ങൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട്, ചിന്ത കൊണ്ട് അവർ നമ്മളോട് കാണിച്ച ആ വല്ലാത്ത അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ അവരോട് ഹൃദയപ്രകാരം പകച്ചിട്ട് പുറമേ നിങ്ങൾ സ്നേഹം നടിക്കുന്നെങ്കിൽ നിങ്ങൾ അവരോട് കുലപാതകം ചെയ്യുകയാണ്. ആ കുലപാതകം വെച്ചുകൊണ്ട് വീണ്ടും ആ ശുശ്രൂഷ മേഖലയിൽ നിന്നാൽ വാളൊരിക്കലും മാറിപ്പോകത്തില്ല. ദാവീദിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ കൊലപാതകം ചെയ്തിട്ടും അവൻ ഏകദേശം 1 വർഷം വരെ അവനും ഭയങ്കരമായ അഭിഷേകത്തോടുകൂടെ നടന്നവനാ. പക്ഷേ ദൈവഗ്രഹത്തിലേക്ക് ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ തുടങ്ങി. ദൈവത്തിന് മുഖപക്ഷമില്ല. വിശ്വാസിയോ പാസ്റ്ററോ എന്നുള്ള ദൈവത്തിന് മുഖപക്ഷമില്ല. സുവിശേഷകനാണോ, പ്രാസംഗികനാണോ, പ്രവാചകനാണോ, പാട്ടുകാരനാണോ, പ്രാർത്ഥനക്കാരനോ, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന്റെ നീതിയുള്ള വിധി വിശ്വസ്തമുള്ള നീതിയുള്ള വിധിയാണ്. വചനം പറയുന്നു, ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വാക്കുകൾക്ക്, വചനങ്ങൾക്ക് വള്ളിയോ പുള്ളിയോ മാറ്റം വരുന്നില്ലെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കുലപാതകമാണ് മറ്റുള്ളവരെ പകയ്ക്കുന്നത്. അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ജൈനനാകട്ടെ, പാർസിയാകട്ടെ, ആര് തന്നെയായിരുന്നാലും മനുഷ്യനാണോ അവനെ പകയ്ക്കരുത്. അവൻ നമ്മളെ പകയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാം. നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചവരായിരിക്കാം, നമ്മളെ ഒത്തിരി കരയിപ്പിച്ചവരായിരിക്കാം, നമ്മുടെ കുടുംബത്തെ തൊലച്ചവരായിരിക്കാം, നമ്മുടെ കുടുംബ ബന്ധത്തെ നശിപ്പിച്ചവരായിരിക്കാം. എങ്കിലും പുസ്തകം പറയുന്നു, പകവയ്ക്കരുത്, പകവയ്ക്കരുത്, പകവയ്ക്കരുത്. പകയ്ക്കുന്നത് അത് ദൈവവചന പ്രകാരം കൊലപാതകമാണ്. അത് ശിക്ഷാവിധിയുണ്ട്, ഈ ഭൂമിയിലുമുണ്ട്. നമുക്ക് നിത്യതയിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം അത് അടയപ്പെടുവാൻ ഇടയാകുമെന്ന് വെളിപ്പാടിൽ ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ യേശു പറഞ്ഞ വായ്മൊഴിയാൽ മർക്കോസ് 7:21-22 പറയുന്നു, അതിനകത്തും ഏതിരിക്കുന്നു, അത് അശുദ്ധിയെ കാണിക്കുന്നു. അശുദ്ധി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമയത്ത് ആരോടെങ്കിലും, ഏതെങ്കിലും വ്യക്തിയോടെങ്കിലും മനസ്സുകൊണ്ട് പക വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നിരപ്പ് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരോട് ആലോചന പറയുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ശരീരം പെട്ടെന്ന് വീർക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിനകത്ത് യൂറിൻ പോകുവാൻ തടസ്സമാകാൻ തുടങ്ങി, വൊമിറ്റിംഗ് വരാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഏകദേശം 9 പ്രത്യേകതകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ മാറ്റങ്ങൾ, 9 മാറ്റങ്ങൾ
കിഡ്നിക്ക് അങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പല് കാണിക്കും, 9 സിമ്പലുകൾ. അതിലേകദേശം 7ഓളം അടയാളങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ ഹൃദയം വേദനപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യണം, എനിക്കെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ദിവസം രാത്രി ആലയത്തിനകത്ത് കയറി. പ്രാർത്ഥിക്കാനല്ല കയറിയത്, കരയാനാ കയറിയത്. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ആരുണ്ട്? ഇനി അടുത്ത പടി എന്താണ്? യാതൊരു നിവൃത്തിയുമില്ല. എൻ്റെ ശരീരം ഓരോ ദിവസം കഴിയുന്നവർ വീർത്ത് വരികയാണ്. യൂറിൻ മുമ്പിലോട്ട് പാസ് ചെയ്യാൻ കഴിയുന്നില്ല. വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ ഞാൻ പോകുമ്പോൾ ആ രാത്രി കരഞ്ഞെഴുതപ്പോൾ ദൈവം എന്നോട് ഒരൊറ്റ ചോദ്യം: ഇന്ന് നീ മരിച്ചാൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയുമോ? ദൈവശബ്ദത്തിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞു, ഞാൻ പോകും. എൻ്റെ മനസ്സ് പറഞ്ഞു, പോകും, ഞാൻ പോകും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ പോകത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്. ഈ സമയങ്ങളിലൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്ന വ്യക്തിയാണ്. മണിക്കൂറുകളായി ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പോകും. പരിശുദ്ധാത്മ, നീ പോകത്തില്ല. കാരണം നിന്റെ സഹോദരനോട് നിന്റെ ഹൃദയത്തിനകത്ത് പകയുണ്ട്. നീ നിരപ്പ് പ്രാപിച്ചേ മതിയാകുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞു, കർത്താവെ, എനിക്കൊരു അവസരം നീ ഒരുക്കി തന്നാൽ ഞാൻ പോകാം. ഈ അവസ്ഥയിൽ നിന്നും ഞാൻ പോകാം. ഞാൻ റെഡിയാണ്. ഞാൻ ക്രമീകരണം പ്രാപിക്കാൻ റെഡിയാണ്. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. ഞാൻ എൻ്റെ സഹോദരനെ കാണുമ്പോൾ പിണക്കമൊന്നുമില്ല, സംസാരിക്കാം. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് ചില വിഷയത്തിന്റെ മുമ്പിൽ എനിക്കൊരു പകയുണ്ടായിരുന്നു. എനിക്ക് സാഹചര്യം ഒത്തുവന്നു. ഞാൻ അവിടെ ചെന്നു, കണ്ടു, സംസാരിച്ചു, എല്ലാ ക്രമീകരണങ്ങൾ വരുത്തി ഞാൻ വീട്ടിലേക്ക് വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലെ ആ നീരുകൾ കുറയാൻ തുടങ്ങി. എൻ്റെ ശരീരം ഫ്രീ ആകാൻ തുടങ്ങി. കൃപയെന്ന് പറയട്ടെ, ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ നീര് മാറി, ശരീരത്തിലെ ആ രോഗലക്ഷണങ്ങൾ മാറി. ഈ ദൈവകൃപയാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ രോഗമോ ആ ക്ഷീണമോ ആ ഒരു അനുഭവമോ ഇന്ന് വരെ വന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ആൻറ്റി, പ്രിയ അങ്കിളെ, പ്രിയ ദൈവദാസനെ, ദൈവദാസി കുഞ്ഞെ, ജീവിതത്തിലെ ചില രോഗങ്ങൾ മാറണമോ? ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ മാറണമോ? ഹൃദയത്തിനകത്ത് കിടക്കുന്ന പക, അത് കൊലപാതകമെന്ന് ലിസ്റ്റിൽ പെടുന്നതാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരുപക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് ആരോ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളുകൾ കൊണ്ട് മരുന്നുകൾ ഉപയോഗിക്കുന്നു, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, നാളുകൾ കൊണ്ട് ഉപവസിക്കുന്നു. ഒരു മാറ്റവും വരുന്നില്ല, ഒരു ചേച്ചുമില്ല, വാള് മാറിപ്പോകുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും ഹൃദയത്തിനകത്ത് പകയുണ്ടോ? നിങ്ങളുടെ ദൈവദാസനോട് പകയുണ്ടോ? നിങ്ങളുടെ ദൈവദാസിയോട് പകയുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് പകയുണ്ടോ? നിങ്ങളുടെ ഭാര്യയോട് പകയുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പകയുണ്ടോ? മരുമക്കളോട് പകയുണ്ടോ? മരുമകനോട് പകയുണ്ടോ? നിങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളുടെ പകയുണ്ടോ? നിങ്ങളുടെ അയൽവാസിയോട് പകയുണ്ടോ? നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾക്ക് പകയുണ്ടോ? ഇവിടെ വെച്ച് നിങ്ങൾ ഏറ്റുപറയുക, ക്രമീകരണം പ്രാപിക്കുക. ആ സെക്കൻഡിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ തൊട്ട ദൈവം നിങ്ങളെ തൊടുവാനിടയാകും. അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ വാക്ക് നിർത്തിക്കോട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും പ്രശ്ന പരിഹാരം നടക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ ക്രമീകരണം വന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഹല്ലേലൂയ. എവിടെയെങ്കിലും ആരെങ്കിലും പകയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഏറ്റു പറയണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്ലിയർ ആയി തീരണം. ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ പറയണം, ഇന്ന വ്യക്തിയോട് എനിക്ക് പകയുണ്ട്. കാണുമ്പോൾ ചെന്ന് അവരോട് നിരപ്പ് പ്രാപിക്കണം. അവർ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി ഞാൻ പറയുന്നു, ഇവിടെ മാത്രമല്ല, ഇവിടെ ചില വിടുതലുകൾ മാത്രമല്ല, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നമുക്ക് നിത്യതയിൽ നമുക്ക് ഉറപ്പായ ഒരു സ്ഥലം ദൈവം ഒരുക്കും എന്നതിന് യാതൊരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലർ ചോദിക്കും, ദൈവദാസനെ, ആ മനുഷ്യനോട് എങ്ങനെ മിണ്ടും? ആ മനുഷ്യനോട് എങ്ങനെ പക വെക്കാതിരിക്കും? അത്രമാത്രം ക്രൂരമേറിയ രീതിയിൽ എന്നെ പീഡിപ്പിച്ചു, എൻ്റെ കുടുംബത്തെ തകർത്തു, എൻ്റെ പിള്ളേരെ തകർത്തു, എൻ്റെ സഭയെ തകർത്തു. ഞാൻ എങ്ങനെ ആ മനുഷ്യനോട് ഇടപെടും? അനേക ദൈവദാസന്മാർ, അനേക ദൈവദാസിമാർ വിശ്വാസ ജീവിതത്തിൽ ആത്മീയമായിട്ട് മുമ്പിലെന്ന് പറയുമ്പോഴും
അനേകരുടെ ജീവിതത്തിൽ പകവെച്ചുകൊണ്ട് അവരുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി, നമ്മുടെ സഭ വിട്ടുപോയെന്നിരിക്കട്ടെ, ആ വ്യക്തിയെ കാണുമ്പോൾ ഉള്ളിൽ പകയുള്ളത് കൊണ്ടല്ലേ നമ്മൾ അവരെ കണ്ടാൽ കണ്ണ് മാറ്റിപ്പോകുന്നത്? അവരോട് പകയുള്ളത് കൊണ്ടല്ലേ ഒരു ക്രൈസ്തവരോട് പോലും പറയാൻ പറ്റാത്തത്? അവർക്ക് ഉള്ളത് കൊണ്ടല്ലേ, അവരോട് നമുക്കൊരു പകയുള്ളത് കൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും അവരുടെ കാര്യം, അവരുടെ പരാജയം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത്? എന്നാൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിത്യത വേണമോ? കർത്താവിന്റെ വരവെങ്കിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെടണമോ? ഒരൊറ്റ വഴി മാത്രം. ഹൃദയത്തിനകത്ത് ആ പക അല്ലെങ്കിൽ കൊലപാതകം ഇന്ന് ദൈവസനെ ഏറ്റുപറയുക. ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ജഡീക ശക്തിയിൽ ഒന്നതാണ്. പക്ഷേ ഇന്ന് ആ മുറുകെ പറ്റുന്ന പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, അതിനെ കളയുക, ഈ സെക്കൻഡിൽ തന്നെ കളയുക. ചിലർ പറയും, എങ്ങനെ കളയും പാസ്റ്ററെ? എങ്ങനെ ഈ പക ഇനി മാറ്റാൻ പറ്റുന്നില്ല? നിങ്ങൾ നോക്കണം, കർത്താവ് യേശു ക്രിസ്തുവിനെ അവർ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു, വലിയ കുരിശ് കൊടുക്കുന്നു, 2 കള്ളന്മാരുടെ ആണിമേൽ തൂക്കിയിടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ വേശ്യയുടെ മകനെന്നും ഭൂതങ്ങളുടെ തലവനെന്നും പറഞ്ഞ് കാർക്കിച്ച് തുപ്പുകയാണ്, പരിഹസിക്കുകയാണ്. എന്നാൽ യേശുവിന്റെ വാക്ക് നോക്കണം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരിമനാഥനായ ക്രിസ്തുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരോട് മനഃപൂർവ്വം ഇന്ന് ഈ സമയത്ത് നമുക്ക് ഏറ്റുപറയാൻ കഴിയുമോ? ചിലപ്പോൾ അവർ തെറ്റായിരിക്കാം, അവർ ചെയ്ത ക്രൂരത അപ്രകാരമുള്ളതായിരിക്കാം, നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീരൊഴിച്ച് നിങ്ങളുടെ നിത്യതയ്ക്ക് തടസ്സമായി ഇത് നിൽക്കരുത്, ഈ ശക്തി നിൽക്കരുത്, ഈ അശുദ്ധി നിൽക്കരുത്. ആ വാൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ വിട്ട് മാറിപ്പോകണം. അതിനൊരൊറ്റ വാക്ക്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, ആ വ്യക്തിയോട് ഞാൻ നിരപ്പ് പ്രാപിക്കുന്നു എന്നിന്ന് നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയുമെങ്കിൽ ഈ കുലപാതകത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്കൊരു മോചനം തരാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെല്ലുന്നവര് ഏത് സങ്കേത നഗരം എന്ന് പറയുന്നത്? പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിന്റെ കാൽപാദത്തിൽ ചെന്നിരുന്നു, യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകൽ പ്രാപിച്ച് കർത്താവിനോട് ക്ഷമിക്കണമേ എന്നും പൊറുക്കണമെന്നും, ഞാൻ അനേക കൊലപാതകങ്ങൾ ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരയാൻ ഇന്ന് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, സ്നാനപ്പെട്ട ശേഷം, അഭിഷേകം പ്രാപിച്ച ശേഷം, കർത്തൃമേശ എടുത്ത ശേഷം, ബൈബിൾ ശരിക്കും വചനം പഠിച്ച ശേഷം എത്ര പേരോടാണ് പകയായിട്ടിരിക്കുന്നത്? ഓഫീസിൽ എത്ര പേരോട് പകയായിരിക്കുന്നു? നിങ്ങളുടെ സഭയ്ക്കകത്ത് നിങ്ങൾ എത്ര പേരോട് പകയായിരിക്കുന്നു? എത്ര ദൈവദാസന്മാരോട് പകയായിരിക്കുന്നു? എത്ര വിശ്വാസ കുടുംബങ്ങളോട് ദൈവദാസനെ നീ പകയായിരിക്കുന്നു? ഈ പകയും വെച്ചുകൊണ്ടാണോ ആരാധന നടത്തുന്നത്? ഈ പകയും വെച്ചാണോ കർത്തൃമേശ നടത്തുന്നത്? ഈ പകയും വെച്ചാണോ നീ അന്യഭാഷ പറയുന്നത്? ദൈവം പറയുന്നു, നീ ഒരു കൊലപാതകനാണ്, കൊലപാതകം ശിക്ഷിക്കപ്പെടണം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, നീ ഒരു അശുദ്ധനെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു. 3, കർത്താവ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, നീ ഒരു ജഡീകൻ എന്ന് പറയുന്നു. 4-മതായി പറയുന്നു, നമുക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കി എന്ന് പറയുന്നു. അതെ, നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണുകളെ മൂടാം, പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ തിരുവചനം ഒരു ചെറിയ തിരുവചനം. ഞങ്ങൾ അനേക കൊലപാതകങ്ങൾ ചെയ്തവരാണ് കർത്താവെ. അറിയായ്മയുടെ കാലങ്ങൾ അങ്ങ് ഗണ്യമാക്കുന്നില്ല. തിരുവചനത്തിന്റെ മൂല്യതകൾ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ സ്പീഡിലുള്ള പ്രസംഗം കേട്ട് കൈയടിച്ച് ആരാധിച്ച് അതിൽ തൃപ്തി പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ്. എന്നാൽ തിരുവചനത്തിന്റെ മർമ്മം ഇതിനകത്ത് കിടക്കുകയാണ്. നിത്യതയുടെ വഴി ഇതിനകത്ത് കിടക്കുകയാണ്. ആ നിത്യതയുടെ വഴിയിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ പണിയുവാനും ഒരു സ്റ്റെപ്പും കൂടെ ഇവർക്ക് കയറി വരുവാനും ഞങ്ങൾക്ക് കർത്താവെ ഈ തിരുവചനം ഇത് കാരണമാക്കി തീർക്കണം. കർത്താവെ, ഞങ്ങൾ ഒത്തിരി കൊലപാതകം ചെയ്തവരാണ്. ഞങ്ങൾ ഇന്ന് വൈകിയ സമയത്ത് ദൈവത്തോട് പക്ഷപാതം ചെയ്യുകയാണ്. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം കർത്താവെ.
ഞങ്ങളുടെ ഭർത്താവിനോട്, ഞങ്ങളുടെ ഭാര്യയോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ ഫാസ്റ്റേഴ്സിനോട്, ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളോട്, ഞങ്ങളുടെ സ്നേഹിതരോട്, ഞങ്ങളുടെ അയൽവാസികളോട്, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മേഖലകൾ, ഞങ്ങളുടെ ഫ്രണ്ട്സുകളോട്, ഞങ്ങളുടെ മനസ്സിനകത്ത് പക വെച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോട് അവരുടെ ഇടപെട്ടിട്ടുണ്ട്. കർത്താവ്, എത്രമാത്രം ക്രൂരതയുള്ളവരാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഞങ്ങൾ പകയ്ക്കുന്നവരുണ്ട്. കർത്താവ് അവരോടെല്ലാം ക്ഷമിക്കണമേ. ഈ സെക്കൻഡിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിനകത്തുനിന്ന് പക വിട്ട് മാറുമ്പോൾ അവരെ വർഷങ്ങളായി വെല്ലുവിളിക്കുന്ന രോഗശക്തികൾ അവരെ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. കർത്താവെ, അവരുടെ സാമ്പത്തികമായ കെട്ടുകൾ ഇന്ന് അഴിയപ്പെടണം. ഈ ഭൂമിയിൽ ഈ പകയും വെച്ചതുകൊണ്ട് എന്തൊക്കെ തടഞ്ഞോ അതെല്ലാം വിട്ടുമാറട്ടെ. അതിനേക്കാൾ ഉപരിയായി നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വെളിപ്പാട്, നിത്യതയ്ക്കുള്ള വഴിയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു ചെറിയ സന്ദേശം, ചെറിയ 2-3 വാക്യങ്ങൾ, പക്ഷെ അതിനകത്ത് മർമ്മം വെളിപ്പെട്ട് കിടക്കുന്നു. മറ്റൊന്നുമല്ല, നിത്യതയ്ക്ക് പോകാനുള്ള മർമ്മം. അതിൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.